ഇതും ഒരു ജീവിതം. വികസനത്തിന്റെ പേരിൽ കോടികളും ലക്ഷങ്ങളും അനുവദിക്കുന്ന ഈ നാട്ടിലാണ് നിയമത്തിന്റെ നൂലാമാലകളാൽ മൃഗതുല്യമായ ഈ ജീവിതം. തകഴി പഞ്ചായത്ത് കുന്നുമ്മയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. ഷിജി എന്ന മാതാവും +2 പഠിക്കുന്ന മഹാദേവൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിത്രൻ എന്നിവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താമസിക്കുന്ന വീടെന്ന് പറയാവുന്ന വീട്. കരിയാർമുടിയിലക്കരി പാടശേഖരത്തിന് സമീപമുള്ള ഇവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നിലം എന്നാണ് സർക്കാർ രേഖകളിൽ ഉള്ളത്. സ്ഥലം കുത്തിപ്പൊക്കി 9 വർഷം മുൻപാണ് പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ കൂരയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. ഏതാനും മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ ഇത് നിലം പതിച്ചു. ഇവിടെയാണ് 2 മക്കളുമായി ഈ അമ്മ അന്തിയുറങ്ങുന്നതും പാചകം ചെയ്യുന്നതും. വീടിനകത്ത് നിറയെ വെള്ളമായതിനാൽ പലപ്പോഴും പാചകം ചെയ്യാറില്ല. ഹോട്ടലിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും കടയിൽ നിന്നാണ് പലപ്പോഴും ആഹാരം വാങ്ങുന്നത്. സമീപത്തെ പാടശേഖരത്ത് കൃഷിക്ക് ശേഷം വെള്ളം കയറ്റിയപ്പോൾ ഇതുൾപ്പെടെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പിന്നെ കഴിയുമ്പോൾ അവരിങ്ങനെ വെള്ളം കയറ്റി അവർ പറഞ്ഞ പൊക്കത്ത് കൊണ്ട് പെരവൊക്കെ ഞങ്ങൾക്ക് വല്ല നിവൃത്തിയുണ്ടോ പൊക്കത്ത് പെര. ഈ കക്കൂസ് എല്ലാം പൊട്ടി അടിഞ്ഞ വെള്ളത്തിലാണ് ഞങ്ങൾ ഈ രാവിലെ ആയിട്ട് എല്ലാം നീന്തുന്നത്. ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് ഇനി വൈകി അടിഞ്ഞ വെള്ളത്തിൽ കിടക്കാൻ. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നിറഞ്ഞുകിടക്കുന്ന ഈ വെള്ളത്തിലൂടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര. തൻ്റെ സ്ഥലം നിലമെന്ന് മാറ്റി പുരയിടമാക്കുവാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ഇപ്പോഴും പരാതിയായി തന്നെ അത് കിടക്കുകയാണ്. രേഖകളിൽ നിലമായി കിടക്കുന്നതിനാൽ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിലും വീട് ലഭിക്കാത്ത സ്ഥിതിയാണ്. നാഴികയ്ക്ക് 40 വട്ടം വികസനമെന്ന പേര് പറഞ്ഞ് മേനി നടിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഇങ്ങനെയൊരു ദുരിത ജീവിതം. ആരാണ് ഇതിന് ഉത്തരവാദി? ഇവരുടെ നരക ജീവിതത്തിന് ഇനി എന്നാണ് അറുതി വരിക? അധികൃതർ കണ്ണു തുറക്കുക തന്നെ വേണം.